ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന മുറുക്കിൻ്റെ ഫ്ലേവറുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഇതിനെന്താ പറയുകയെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ ഇവിടെ അതിന് മുറുക്ക് തന്നെയാണ് പറയാറ്, പക്ഷെ മുറുക്ക് വേറൊരു ഷേപ്പിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഈ ഒരു സാധനം നമുക്ക് നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിലും അതേ ക്രിസ്പിലായിട്ട് നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാം. നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാം. അങ്ങനെ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് നമുക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവിലാണ് നമ്മൾ അരിപ്പൊടി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം എടുക്കാം. എന്നിട്ട് അതിലോട്ട് 1/2 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ വെള്ളം എടുത്തിട്ടുള്ള അതേ കപ്പിൻ്റെ അളവിൽ തന്നെ 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കറുത്ത എള്ളും പിന്നെ 1/2 ടീസ്പൂൺ കായം കൂടി ചേർത്ത് കൊടുക്കണം. കായപ്പൊടി അത് ഞാൻ ഈ വീഡിയോയിൽ വിട്ടുപോയതാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചൂടാറിയാൽ നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. നന്നായിട്ട് ചൂടാറിയിട്ടില്ല, ചെറുതായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുന്ന ചൂടാകുമ്പോൾ നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. വേറെ വെള്ളമൊന്നും ചേർക്കേണ്ടി വരില്ല. ഈ ഒരു അളവിൽ തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നല്ല സോഫ്റ്റായിട്ട് മാവ് കുഴച്ചെടുക്കാം. എന്നിട്ട് നമ്മുടെ സേവനായി എടുത്തിട്ട് അതിൽ സ്റ്റാറിൻ്റെ ചില്ലിട്ടിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ചുറ്റിലൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് നല്ല സ്മൂത്തായിട്ട് കിട്ടും. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് വീതിയുള്ള പാൻ എടുക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് അതിലോട്ട് ഇതുപോലെ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിതിലോട്ട് ഇട്ട ഉടനെ നമ്മളിത് ഇളക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ നമുക്കത് എന്താ പറയുക ഈ ഒരു നീളത്തിൽ കിട്ടില്ല, പൊട്ടിപ്പോവും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിൻ്റെ ബബിൾസൊക്കെ ഒന്ന് കുറഞ്ഞു വരും. അപ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ബ്രൗൺ കളർ ആവരുത്, അപ്പോൾ അതിൻ്റെ കളറും അതിൻ്റെ ടേസ്റ്റും ഒക്കെ മാറിപ്പോവും. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് മുഴുവനായിട്ടും ചെയ്തെടുക്കാം. ഏറ്റവും സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ഇത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല വിലയൊക്കെ കൊടുത്ത് വാങ്ങണം. അപ്പോൾ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം. നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിയത് നമുക്ക് സ്റ്റോക്ക് ചെയ്യുന്ന പോലെ തന്നെ എത്ര ദിവസം വേണമെങ്കിലും ഇത് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ സ്റ്റോക്ക് ചെയ്ത് വെക്കാനും പറ്റും. അതേ ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ഫോളോ ചെയ്യുക. ചാനലിലെ വീഡിയോസൊക്കെ കണ്ടു വെക്കുക.